നമസ്കാരം, എല്ലാവർക്കും റീസ്റ്റാർട്ട് പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നു മുതൽ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നത്. 20 മാർക്കിനാണ് സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്കുകളുള്ളത്. 6 മൊഡ്യൂളുകളായിട്ട് മൊഡ്യൂൾ 1 ദ അബ്കാരി ആക്ട് 1 ഓഫ് 1077, മൊഡ്യൂൾ 2 ദ NDPS ആക്ട്, മൊഡ്യൂൾ 3 ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾസ് 1968, മൊഡ്യൂൾ 4 ഫോറിൻ ലിക്വർ റൂൾസ്, മൊഡ്യൂൾ 5 കോഡ്പ, ദെൻ മൊഡ്യൂൾ 6 ക്യാമ്പയിൻ അഗെയിൻസ്റ്റ് ആൽക്കഹോളിസം ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്. അപ്പോൾ ഇത്രയും 6 മൊഡ്യൂളുകളിലായിട്ടാണ് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ വരുന്നത്. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കുകളിൽ നിന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മളിന്ന് മുതലിവിടെ തുടങ്ങുന്നത്. ഓരോ മൊഡ്യൂളുകളായിട്ട് നമുക്ക് ഓരോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്ലാസ് മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഈ 20 മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പെഷ്യൽ ടോപ്പിക്കുകളിൽ നിന്നുള്ള മാർക്കുകളാണ് നിങ്ങളെ റാങ്ക് ലിസ്റ്റിലോട്ട് എത്തിക്കുക. അതുകൊണ്ട് തന്നെ ഈ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഈ സ്പെഷ്യൽ ക്ലാസ്സുകൾ നിങ്ങൾ പ്രത്യേകം കാണാൻ ശ്രമിക്കുക. നമുക്ക് ഈ ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തേത് മൊഡ്യൂൾ 1 ദ അബ്കാരി ആക്ട് ഓഫ് 1077. അതാണ് നമ്മുടെ മൊഡ്യൂൾ 1 അപ്പോൾ അതിലെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. കേരള സംസ്ഥാനത്ത് അബ്കാരി ചട്ടങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള സുപ്രധാന നിയമമാണ് 1077 ഒന്നാം അബ്കാരി നിയമം. കേരള സംസ്ഥാനത്ത് അബ്കാരി ചട്ടങ്ങൾ നടപ്പാക്കുന്നതിനുള്ള സുപ്രധാന നിയമമാണ് 1077 ഒന്നാം അബ്കാരി നിയമം. ദെൻ അബ്കാരി നിയമം പാസാക്കിയത് കൊച്ചി മഹാരാജാവാണ്. അബ്കാരി നിയമം പാസാക്കിയത് കൊച്ചി മഹാരാജാവ്. അബ്കാരി നിയമം പാസാക്കിയ വർഷം 1902 ഓഗസ്റ്റ് 5 ആണ്. 1902 ഓഗസ്റ്റ് 5, കൊല്ലവർഷം 1077, കർക്കിടകം 31 ഈ നിയമം പാസാക്കിയത്. അതുകൊണ്ടാണ് അബ്കാരി ആക്ട് 1 ഓഫ് 1077 എന്ന് പറയുന്നത്. കൊല്ലവർഷം 1077 ഈ നിയമം പാസാക്കിയത്. ദെൻ കൊല്ലവർഷം 1077 പാസാക്കിയ നിയമമായതിനാൽ ഇത് അബ്കാരി ആക്ട് 1077 എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ ആക്ട് 10 ഓഫ് 1967 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 1967 ജൂലൈ 29. 1967 ജൂലൈ 29 ഈ ആക്ടിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത്. ദെൻ അബ്കാരി നിയമത്തിൻ്റെ ഉദ്ദേശ്യലക്ഷ്യം എന്താണ്? അബ്കാരി നിയമത്തിൻ്റെ ഉദ്ദേശ്യലക്ഷ്യം മദ്യപാനത്തിൻ്റെ ദൂഷ്യവശങ്ങൾ നിയന്ത്രിക്കുക, മദ്യത്തിൻ്റെയും ലഹരി വസ്തുക്കളുടെയും ഇറക്കുമതി, കയറ്റുമതി, വിപണനം, നിർമ്മാണം, വിൽപ്പന, കൈവശം വയ്ക്കൽ എന്നിവ സംബന്ധിച്ച് കേരള സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടുള്ള നിയമങ്ങൾ ഏകീകരിക്കുക, അവ പരിഷ്കരിക്കുക എന്നിങ്ങനെയാണ് ഈ നിയമത്തിൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങൾ. മദ്യപാനത്തിൻ്റെ ദൂഷ്യവശങ്ങൾ നിയന്ത്രിക്കുക, മദ്യത്തിൻ്റെയും ലഹരി വസ്തുക്കളുടെയും ഇറക്കുമതി, കയറ്റുമതി, വിപണനം, നിർമ്മാണം, വിൽപ്പന, കൈവശം വയ്ക്കൽ എന്നിവ സംബന്ധിച്ച് കേരള സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടുള്ള നിയമങ്ങൾ ഏകീകരിക്കുക, അവ പരിഷ്കരിക്കുക എന്നിങ്ങനെയാണ് ഈ അബ്കാരി നിയമത്തിൻ്റെ ഉദ്ദേശലക്ഷ്യം. ദെൻ ഈ നിയമം ബാധകമാകുന്നത് കേരള സംസ്ഥാനം മുഴുവനുമാണ്. ഈ അബ്കാരി നിയമം ബാധകമാകുന്നത്. ദെൻ അബ്കാരി നിയമത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന സെക്ഷനുകളുടെ എണ്ണം 72 ആണ്. അബ്കാരി നിയമത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന സെക്ഷനുകളുടെ എണ്ണം 72. ദെൻ അബ്കാരി നിയമത്തിൻ്റെ ജൂറിസ്ഡിക്ഷനാണ്. അബ്കാരി ഉദ്യോഗസ്ഥൻ നൽകുന്ന റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാൻ മജിസ്ട്രേറ്റിനുള്ള അധികാര പരിധിയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന അബ്കാരി ആക്ട് 1077 സെക്ഷൻ 50 ആണ്. സെക്ഷൻ 50 എന്താണ്? സെക്ഷൻ 50 റിപ്പോർട്ട് ഓഫ് അബ്കാരി ഓഫീസർ ഗീവ്സ് ജൂറിസ്ഡിക്ഷൻ ടു എ കോമ്പീറ്റൻറ്റ് മജിസ്ട്രേറ്റ്. റിപ്പോർട്ട് ഓഫ് അബ്കാരി ഓഫീസർ ഗീവ്സ് ജൂറിസ്ഡിക്ഷൻ ടു എ കോമ്പീറ്റൻറ്റ് മജിസ്ട്രേറ്റ്. ദെൻ സെക്ഷൻ 50 പ്രകാരം കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട അന്വേഷണം കാലതാമസം കൂടാതെ പൂർത്തിയാക്കണം. കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട അന്വേഷണം കാലതാമസം കൂടാതെ പൂർത്തിയാക്കണം. കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം പൂർത്തിയായ ഉടൻ തന്നെ അബ്കാരി ഉദ്യോഗസ്ഥൻ ആ റിപ്പോർട്ട് അത് പരിഗണിക്കാൻ ആധികാരികതയുള്ള ഒരു മജിസ്ട്രേറ്റിന് സമർപ്പിക്കണം. കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം പൂർത്തിയായ ഉടൻ തന്നെ അബ്കാരി ഉദ്യോഗസ്ഥൻ ആ റിപ്പോർട്ട് അത് പരിഗണിക്കാൻ ആധികാരികതയുള്ള ഒരു മജിസ്ട്രേറ്റിനെ സമർപ്പിക്കണം. ദെൻ ഇത് പ്രകാരമുള്ള റിപ്പോർട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ 1973 CRPC 173 പ്രകാരം ഒരു പോലീസ് റിപ്പോർട്ടിന്മേലാണ് മജിസ്ട്രേറ്റിന് സമർപ്പിക്കേണ്ടത്. ഇപ്പോൾ CRPC ഒക്കെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. പകരം ഈ നമ്മുടെ ആക്റ്റുകൾ കൂടുതലായിട്ടും പഠിക്കുക. ദെൻ സെക്ഷൻ 50A പറയുന്നത് എന്താണ്? സെക്ഷൻ 50A പ്രൊസീജിയർ ടു ബി അഡോപ്റ്റഡ് ഓൺ റെസിപ്റ്റ് ഓഫ് റിപ്പോർട്ടാണ്. സെക്ഷൻ 50A പ്രൊസീജിയർ ടു ബി അഡോപ്റ്റഡ് ഓൺ റെസിപ്റ്റ് ഓഫ് റിപ്പോർട്ട്.
റിപ്പോർട്ട് ലഭിച്ചാലുടൻ തന്നെ മജിസ്ട്രേറ്റ് കൈക്കൊള്ളേണ്ട നടപടികളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 50A. പ്രസ്തുത കേസ് കൈകാര്യം ചെയ്യുന്ന മജിസ്ട്രേറ്റ് അബ്കാരി ഉദ്യോഗസ്ഥൻ സമർപ്പിച്ച റിപ്പോർട്ട് പരിശോധിച്ചതിനു ശേഷം ആ കേസ് സെക്ഷൻ കോടതിയുടെ അധികാര പരിധിയിൽ വരുന്നതാണെങ്കിൽ കേസ് സെക്ഷൻ കോടതിയിലേക്ക് സമർപ്പിക്കേണ്ടതാണ്. പ്രസ്തുത കേസ് കൈകാര്യം ചെയ്യുന്ന മജിസ്ട്രേറ്റ് അബ്കാരി ഉദ്യോഗസ്ഥൻ സമർപ്പിച്ച റിപ്പോർട്ട് പരിശോധിച്ച ശേഷം ആ കേസ് സെക്ഷൻ കോടതിയുടെ അധികാര പരിധിയിൽ വരുന്നതാണെങ്കിൽ കേസ് സെക്ഷൻ കോടതിയിലേക്ക് സമർപ്പിക്കേണ്ടതാണ്. സെക്ഷൻ 51 പവർ ഓഫ് അബ്കാരി ഇൻസ്പെക്ടർ ടു കോസ് അറ്റൻഡൻസ് ഓഫ് വിറ്റ്നസ് ബിഫോർ മജിസ്ട്രേറ്റ്. സെക്ഷൻ 51 എന്താണ് പറയുന്നത്? മജിസ്ട്രേറ്റിന് മുൻപിൽ സാക്ഷികളെ ഹാജരാക്കാൻ അബ്കാരി ഇൻസ്പെക്ടർക്കുള്ള അധികാര പരിധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 51. മജിസ്ട്രേറ്റിന് മുന്നിൽ സാക്ഷികളെ ഹാജരാക്കാൻ അബ്കാരി ഇൻസ്പെക്ടർക്കുള്ള അധികാര പരിധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 51. സെക്ഷൻ 51 പ്രകാരം ഒരു അബ്കാരി ഇൻസ്പെക്ടർ കസ്റ്റഡിയിലെടുത്ത വ്യക്തിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാവുന്നതാണ്. മജിസ്ട്രേറ്റിന് കേസിന്മേൽ വിചാരണ നടത്താനും പ്രതിക്ക് ജാമ്യം അനുവദിക്കാനും അധികാരമുണ്ട്. സെക്ഷൻ 52 അക്യൂസ്ഡ് നോട്ട് ടു ബി ഡിറ്റെയിൻഡ് ഇൻ കസ്റ്റഡി ഫോർ എ ലോങ്ങർ പീരിയഡ് ദാൻ 24 hours വിത്തൗട്ട് സ്പെഷ്യൽ അതോറിറ്റി. സെക്ഷൻ 52 പ്രകാരമാണ് ഈ കേസ് പരിഗണിക്കുന്ന മജിസ്ട്രേറ്റിൻ്റെ പ്രത്യേക അനുമതി ഇല്ലാതെ 24 മണിക്കൂറിൽ കൂടുതൽ ഒരു വ്യക്തിയെ കസ്റ്റഡിയിൽ വയ്ക്കാൻ പാടില്ല എന്ന് പറയുന്നത് സെക്ഷൻ 52. ജൂറിസ്ഡിക്ഷൻ ഓഫ് കോർട്ട്സ് ഓൺ ആർട്ടിക്കിൾസ് സീസ്ഡ്. സെക്ഷൻ 53(b)യിൽ പറയുന്നതാണ് ജൂറിസ്ഡിക്ഷൻ ഓഫ് കോർട്ട്സ് ഓൺ ആർട്ടിക്കിൾസ് സീസ്ഡ്. അബ്കാരി നിയമപ്രകാരം പിടിച്ചെടുത്ത വസ്തുക്കളിന്മേൽ കോടതിയുടെ അധികാര പരിധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 53(b). സെക്ഷൻ 53(b) അബ്കാരി നിയമപ്രകാരം കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ച ഏതു വാഹനവും കസ്റ്റഡിയിലെടുക്കാവുന്നതോ തടഞ്ഞു വയ്ക്കാവുന്നതോ ആണ്. ഇങ്ങനെ കസ്റ്റഡിയിലെടുത്ത വാഹനത്തിൻ്റെ മാർക്കറ്റ് വിലയിൽ നിശ്ചയിച്ചിട്ടുള്ള പണം ബോണ്ടായി കെട്ടിവെച്ചുകൊണ്ട് താൽക്കാലികമായി വിട്ടയക്കാവുന്നതാണ്. വിട്ടയക്കാവുന്നതാണ്. ആൾ ആസ്പെക്ട്സ് ഓഫ് ലിക്വർ ഇമ്പോർട്ട്സ്, എക്സ്പോർട്ട്സ്, ട്രാൻസ്മിറ്റ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ലിക്വർ എന്ന ഭാഗത്ത് നിന്നുള്ള അബ്കാരി ആക്ടിലെ ആൾ ആസ്പെക്ട്സ് ഓഫ് ലിക്വർ എന്ന ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതിലെ സെക്ഷൻ 6 മദ്യമോ ലഹരി മരുന്നോ ഇറക്കുമതി ചെയ്യരുതെന്ന് അനുശാസിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 6. മദ്യമോ ലഹരി മരുന്നോ ഇറക്കുമതി ചെയ്യരുതെന്ന് അനുശാസിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 6. സെക്ഷൻ 6(1) മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്ന് ഇറക്കുമതി ചെയ്യുന്നതിന് സർക്കാരിൻ്റെയോ സർക്കാരിൻ്റെ അംഗീകാരമുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ്റെയോ അനുമതി കൂടാതെ അവ ഇറക്കുമതി ചെയ്യരുത്. സെക്ഷൻ 6(1) മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്ന് ഇറക്കുമതി ചെയ്യുന്നതിന് സർക്കാരിൻ്റെയോ സർക്കാരിൻ്റെ അംഗീകാരമുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ്റെയോ അനുമതി കൂടാതെ അവ ഇറക്കുമതി ചെയ്യരുത് എന്ന് പറയുന്നതാണ് സെക്ഷൻ 6(1). സെക്ഷൻ 7 മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്ന് കയറ്റുമതി ചെയ്യരുതെന്ന് അനുശാസിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 7. മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്ന് കയറ്റുമതി ചെയ്യരുതെന്ന് അനുശാസിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 7. ഇറക്കുമതി ചെയ്യരുതെന്ന് സെക്ഷൻ 6ഉം കയറ്റുമതി ചെയ്യരുതെന്ന് സെക്ഷൻ 7ഉം ശ്രദ്ധിച്ചു വയ്ക്കുക. സെക്ഷൻ 7(1) മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്ന് കയറ്റുമതി ചെയ്യുന്നതിന് സർക്കാരിൻ്റെയോ സർക്കാരിൻ്റെ അംഗീകാരം ലഭിച്ച ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ്റെയോ അനുമതി കൂടാതെ കയറ്റുമതി ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 7(1). സെക്ഷൻ 8 അബ്കാരി ആക്ടിലെ സെക്ഷൻ 8 ചാരായ നിർമ്മാണം, ഇറക്കുമതി, കയറ്റുമതി, കടത്ത്, കൈവശം വയ്ക്കൽ, സംഭരണം, വിൽപ്പന തുടങ്ങിയവ നിരോധിച്ചിട്ടുള്ള അബ്കാരി ആക്ടിലെ സെക്ഷനാണ് സെക്ഷൻ 8. ചാരായ നിർമ്മാണം, ഇറക്കുമതി, കയറ്റുമതി, കടത്ത്, കൈവശം വയ്ക്കൽ, സംഭരണം, വിൽപ്പന തുടങ്ങിയവ നിരോധിച്ചിട്ടുള്ള അബ്കാരി ആക്ടിലെ സെക്ഷൻ 8. സെക്ഷൻ 8(1) ഒരു വ്യക്തിയും പെർമിറ്റ് ട്രാൻസിറ്റ് ഇല്ലാതെ ചാരായം നിർമ്മിക്കുകയോ അവയുടെ ഇറക്കുമതിയോ കയറ്റുമതിയോ ചെയ്യുകയോ അവയെ കൈവശം വയ്ക്കുകയോ സംഭരിക്കുകയോ വിതരണം ചെയ്യുകയോ അല്ലെങ്കിൽ അവയെ കുപ്പിയിലാക്കുകയോ വിൽക്കുകയോ ചെയ്യരുത് എന്നനുശാസിക്കുന്ന സെക്ഷൻ 8(1). സെക്ഷൻ 8(2) സെക്ഷൻ 1 പ്രകാരമുള്ള ഏതെങ്കിലും വ്യവസ്ഥകൾ ആരെങ്കിലും ലംഘിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 8(2). ആ ശിക്ഷ എന്താണെന്നാവും ചിലപ്പോൾ ചോദിക്കുക. ശിക്ഷ 10 വർഷം വരെ തടവും 1,00,000 രൂപയിൽ കുറയാത്ത പിഴയുമാണ്. സെക്ഷൻ 8(2) പ്രകാരം അബ്കാരി ആക്ടിലെ സെക്ഷൻ 8(2) പ്രകാരം
10 വർഷം വരെ തടവും 1,00,000 രൂപ വരെ കുറയാത്ത പിഴയുമാണ് സെക്ഷൻ 8(1) പ്രകാരമുള്ള ഏതെങ്കിലും വ്യവസ്ഥകൾ ലംഘിച്ചാൽ ലഭിക്കാവുന്നത്. ദെൻ സെക്ഷൻ 9 മദ്യമോ ലഹരിയോ മരുന്നോ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് കടത്തുന്നത് നിരോധിക്കുന്ന നിയമങ്ങൾ ഗവൺമെൻറ് വിജ്ഞാപനം വഴി പുറപ്പെടുവിക്കേണ്ടതാണെന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 9. മദ്യമോ ലഹരിയോ മരുന്നോ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് കടത്തുന്നത് നിരോധിക്കുന്ന നിയമങ്ങൾ ഗവൺമെൻറ് വിജ്ഞാപനം വഴി പുറപ്പെടുവിക്കേണ്ടതാണ് എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 9. ദെൻ സെക്ഷൻ 10 മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്നുകളുടെയോ കടത്തൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷനാണ് സെക്ഷൻ 10. സെക്ഷൻ 10 മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്നുകളുടെയോ കടത്തൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷനാണ് സെക്ഷൻ 10. ദെൻ സെക്ഷൻ 10 പ്രകാരം സർക്കാർ വിജ്ഞാപനത്തിലൂടെ പുറപ്പെടുവിച്ച അളവിൽ കൂടുതൽ മദ്യമോ ലഹരി വസ്തുക്കളോ കടത്തുവാൻ പാടുള്ളതല്ല. സർക്കാർ വിജ്ഞാപനത്തിലൂടെ പുറപ്പെടുവിച്ച അളവിൽ കൂടുതൽ മദ്യമോ ലഹരി വസ്തുക്കളോ കടത്തുവാൻ പാടുള്ളതല്ല. മദ്യമോ ലഹരി മരുന്നോ സംബന്ധിക്കുന്ന വിജ്ഞാപനം ഗവൺമെൻറ് കാലാകാലങ്ങളിൽ ഗസറ്റിലൂടെ പ്രസിദ്ധപ്പെടുത്തുന്നതാണ്. മദ്യമോ ലഹരി മരുന്നോ സംബന്ധിക്കുന്ന വിജ്ഞാപനം ഗവൺമെൻറ് കാലാകാലങ്ങളിൽ ഗസറ്റിലൂടെ പ്രസിദ്ധപ്പെടുത്തുന്നതാണ്. അപ്രകാരം പുറപ്പെടുവിക്കുന്ന സർക്കാർ വിജ്ഞാപനങ്ങൾ കേരള സംസ്ഥാനം ഒട്ടാകെയോ അല്ലെങ്കിൽ ചില പ്രദേശങ്ങൾക്ക് മാത്രമായോ ബാധകമാണ്. സർക്കാർ ഇതിലേക്ക് അനുവദിച്ചിട്ടുള്ള പെർമിറ്റ് പ്രകാരം മാത്രമേ ഇത്തരം വസ്തുക്കൾ കടത്താൻ പാടുള്ളൂ. സർക്കാർ ഇതിലേക്ക് അനുവദിച്ചിട്ടുള്ള പെർമിറ്റ് പ്രകാരം മാത്രമേ ഇത്തരം വസ്തുക്കൾ കടത്താൻ പാടുള്ളൂ. ദെൻ സെക്ഷൻ 11 മദ്യമോ ലഹരി പദാർത്ഥങ്ങളോ കടത്തുന്നതിന് ആവശ്യമായ പെർമിറ്റുകളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന അബ്കാരി നിയമത്തിലെ സെക്ഷനാണ് സെക്ഷൻ 11. മദ്യമോ ലഹരി പദാർത്ഥങ്ങളോ കടത്തുന്നതിന് ആവശ്യമായ പെർമിറ്റുകളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന അബ്കാരി നിയമത്തിലെ സെക്ഷൻ 11. ദെൻ മദ്യമോ ലഹരി മരുന്നോ കൊണ്ടുപോകുന്നതിനുള്ള പെർമിറ്റ് നൽകുന്നത് കമ്മീഷണറോ അല്ലെങ്കിൽ അതിനുവേണ്ടി യഥാക്രമം അധികാരപ്പെടുത്തിയ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനോ ആണ്. കമ്മീഷണറോ അല്ലെങ്കിൽ അദ്ദേഹം അധികാരപ്പെടുത്തിയ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനോ ആണ് മദ്യമോ ലഹരി മരുന്നോ കൊണ്ടുപോകുന്നതിനുള്ള പെർമിറ്റ് നൽകുന്നത്. ഇങ്ങനെ അനുവദിക്കുന്ന പെർമിറ്റുകളുടെ കാലാവധി ഒരു നിശ്ചിത കാലയളവിലേക്കോ ഒരു പ്രത്യേക അവസരത്തിലേക്കോ വേണ്ടി മാത്രമായിരിക്കും. ഒരു നിശ്ചിത കാലയളവിലേക്കോ അല്ലെങ്കിൽ ഒരു പ്രത്യേക അവസരത്തിനോ വേണ്ടി മാത്രമായിരിക്കും ഈ പെർമിറ്റുകളുടെ കാലാവധി. ദെൻ ഓരോ പെർമിറ്റും താഴെ പറയുന്നവ വ്യക്തമാക്കിയിരിക്കണം. എന്തൊക്കെയാണ്? മദ്യമോ ലഹരി മരുന്നുകളോ കൊണ്ടുപോകാൻ അധികാരമുള്ള വ്യക്തിയുടെ പേര്, പെർമിറ്റ് പ്രാബല്യത്തിൽ വരുന്ന കാലയളവ്, പെർമിറ്റിൽ അനുവദിക്കപ്പെട്ട മദ്യത്തിൻ്റെയോ ലഹരി മരുന്നുകളുടെയോ അളവും മറ്റു വിവരങ്ങളും, സർക്കാർ നിർദ്ദേശിക്കാവുന്ന മറ്റേതെങ്കിലും വിവരങ്ങൾ. മദ്യമോ ലഹരി മരുന്നുകളോ കൊണ്ടുപോകാൻ അധികാരമുള്ള വ്യക്തിയുടെ പേര്, പെർമിറ്റ് പ്രാബല്യത്തിൽ വരുന്ന കാലയളവ്, പെർമിറ്റിൽ അനുവദിക്കപ്പെട്ട മദ്യത്തിൻ്റെയോ ലഹരി മരുന്നുകളുടെയോ അളവും മറ്റു വിവരങ്ങളും, സർക്കാർ നിർദ്ദേശിക്കാവുന്ന മറ്റേതെങ്കിലും വിവരങ്ങൾ. ഇത്രയും കാര്യങ്ങൾ ഒരു പെർമിറ്റിൽ വ്യക്തമാക്കിയിരിക്കണം. ഈ നിയമപ്രകാരം ലൈസൻസ് ഉള്ള വ്യക്തികൾക്ക് മാത്രമേ പൊതു പെർമിറ്റുകൾ അനുവദിക്കുകയുള്ളൂ. കൂടാതെ പെർമിറ്റിൽ അനുവദിച്ച അളവിലുള്ള മദ്യമേ കൊണ്ടുപോകാൻ പാടുകയുള്ളൂ. അബ്കാരി പെർമിറ്റ് ലഭിച്ച വ്യക്തികളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കും ഈ പെർമിറ്റിൻ്റെ നിയമപരമായ സംരക്ഷണം ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ പെർമിറ്റ് ഉള്ള ആളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കും ഈ പെർമിറ്റിൻ്റെ നിയമപരമായ സംരക്ഷണം ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ സെക്ഷനിൽ നമ്മൾ ഇത്രയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ 1977 അബ്കാരി ആക്ട് 1 ജൂറിസ്ഡിക്ഷനും അതുപോലെ തന്നെ ആൾ ആസ്പെക്ട്സ് ഓഫ് ലിക്വർ, ഇമ്പോർട്ട്, എക്സ്പോർട്ട്, ട്രാൻസ്മിറ്റ് ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ലിക്വർ എന്നീ ഭാഗങ്ങളാണ് ഇന്നത്തെ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത സെക്ഷനിൽ മുതൽ നമ്മൾ ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.